ഹായ് ഇപ്പോൾ DS Rayയുടെ പ്രീമിയർ ഷോ കണ്ടിട്ട് വന്നാണ് 9:30 ഷോ. ആക്ച്വലി ഇതിൻ്റെ മേക്കേഴ്സിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങുന്നതിന് തലേദിവസം ഇങ്ങനെ ഒരു പ്രീമിയർ ഷോ വെക്കുക, അതും പെയ്ഡ് പ്രീമിയർ. അത് ആൾക്കാർ കണ്ടിട്ട് എങ്ങാനും മോശം അഭിപ്രായമാണെങ്കിൽ നാളെ പടത്തിന് ആരും കയറത്തില്ല. അപ്പോൾ അതൊരു ബോൾഡ് അറ്റംപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി ഇങ്ങനെ ഒരു പ്രീമിയർ വെച്ചത്. ഇനി പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ്റെ മൂവിയാണ്. പുള്ളിയുടെ ഇതിന് മുന്നേയുള്ള ഹൊറർ മൂവീസ് കണ്ടവർക്ക് ഇപ്പോൾ ഭൂതകാലം ആണെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മയുഗം ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും ആ ഒരു എലമെൻസ് ഒക്കെ ഉള്ള. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് ഒരു നമ്മളിപ്പം മലയാളത്തിലെ ഒരു ജെയിംസ് വാൻ എങ്ങനെ മൂവി എടുക്കുന്നു, കോൺജറിംഗ് അല്ലെങ്കിൽ ആനബിൽ അങ്ങനത്തെ മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേ ഒരു പാറ്റേണിൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹൊറർ മൂവീസിൽ ഒരു ബെസ്റ്റ് മൂവിയായിട്ട് ഇതെനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. അതിൽ കുറേ ജംപ് സ്കെയർസും കുറേ ഹൊറർ എലമെൻറ്റും എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല രീതി മേക്ക് ചെയ്തൊരു മൂവി. അതിൽ പ്രണവ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ചിലപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും. കാരണം നമ്മൾ നോർമലി ഒരാളോട് കോൺവെർസേഷൻ ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു ഇല്ലാത്ത ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് കാണിച്ച് ആ രീതിയിൽ പെർഫോം ചെയ്യുക, ആ ഇമോഷൻസ് കണക്ട് ആകുക എന്നുള്ളത്. പ്രണവിൻ്റെ അത് നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അഭിനയിച്ചവർ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എൻഡിങ് ആകുമ്പോൾ നമുക്ക് ആ ഹൊറർ എലമെൻറ്റ് ഒരുപാട് എടുത്ത് കാണിക്കുന്നില്ല. യൂഷ്വലി ഹൊറർ മൂവീസിലൊക്കെ ക്ലൈമാക്സിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഹൊറർ എലമെൻ്റ് ഒക്കെ തരുന്നത്. പക്ഷേ ഇതിൻ്റെ അത്രയും ഹൊറർ എലമെൻറ്റ് നമുക്ക് കിട്ടിയില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ഡീസൻറ്റ് വാച്ചാണ്. അതും നല്ല രീതി മേക്ക് ചെയ്ത മ്യൂസിക്കും സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എഡിറ്റിംഗ് 2 hours മൂവിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളൊരു ഹൊറർ മൂവി ഫാൻസാണ് ഡെഫിനറ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. പിന്നെ ഈ പടം കാണാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ കാണുമായിരിക്കും. ഏതെങ്കിലും ഹൊറർ മൂവീസിന് പോകുന്ന സമയം അയ്യോ പ്രേതം ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ, അതായത് നിങ്ങൾ പടം കാണുന്നതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ, കഴിവതും അങ്ങനെയുള്ള ആൾക്കാർ ഈ പടത്തിന് മുമ്പ് ഒഴിവാക്കാം. പിന്നെ നിങ്ങൾ ഈ പടം കാണാൻ പോകുന്ന ആൾക്കാരാണ് ദയവ് ചെയ്ത് തിയേറ്ററിൽ ഇരുന്ന് അതും ഇതൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഒരു ആസ്വാദനം കളയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഹൊറർ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ഹൊറർ മൂവി കാണാനാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രേതം വരുമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് വരുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് അത് കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ്, അതാണ് ഒരു ഹൊറർ മൂവിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം അത് കാണാൻ വന്നിരിക്കുന്നത് ദയവ് ചെയ്ത് മിണ്ടാതിരുന്ന് പടം കണ്ടിട്ട് പോവുക, അതല്ലാതെ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം കാണാൻ പോകുന്നതിനെ കാണാൻ കണ്ടിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.